ചേട്ടാ, ഷീലയോ? ആ കുഞ്ഞിന്റെ അസുഖമൊക്കെ മാറി വീട്ടിൽ കൊണ്ടുപോയോ? കൊണ്ടുപോയി. വരുന്ന വഴിയായിരിക്കും. അതെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്പം നീരസത്തോടെയാണല്ലോ അവിടുന്ന് പോകുന്നത്. ആ പിണക്കമൊക്കെ മാറ്റിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. പിണക്കമോ? എനിക്ക് ആരോടും ഒരു പിണക്കവുമില്ല. കുഞ്ഞുനാൾ മുതലേ ഞാൻ കാണുന്ന മനസ്സല്ലേ. വഴക്കൂടുമ്പോ പിണങ്ങാനും സ്നേഹം വരുമ്പോ ഇണങ്ങാനും അധിക സമയം വേണ്ടെന്ന് എനിക്കറിയാം. ആ, യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വരികയല്ലേ, ഒരു കപ്പ് ചായ കുടിക്കാം. അമ്മണിക്കുട്ടി, അമ്മണിക്കുട്ടി. ഷീലയ്ക്ക് പരിചയം കാണില്ല. അമ്മണി എന്റെ ഭാര്യയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇതാണ് ഷീല, ഞാൻ താലി കെട്ടാനിരുന്ന എന്റെ മുറപ്പെണ്ണ്. മറ്റു വിവരങ്ങളൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ. നിനക്ക് സ്വന്തം കാര്യം നോക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. ആ, നീ ചെറുപ്പമല്ലേ, വിവാഹത്തിന് ഇനിയും സമയമുണ്ട്. എനിക്ക് ഏജ് ഓവറായി. ഞാൻ ഇനിയും കാത്തിരുന്നാൽ എനിക്ക് ആര് പെണ്ണ് തരും? അമ്മണിക്കുട്ടി, ഷീലയ്ക്ക് ചായ എടു. എനിക്കൊന്നും വേണ്ട. തെറ്റെന്റേതാവാം, നിന്റേതാവാം. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്ക് ശരിയാകണമെന്നില്ലല്ലോ. നീ പറയാറുണ്ടല്ലോ, മൃഗങ്ങളുമായുള്ള സഹവാസം കൊണ്ട് മനുഷ്യന്റെ മനസ്സ് നഷ്ടപ്പെട്ടു പോകുമെന്ന്. ചിലപ്പോൾ ശരിയായിരിക്കാം. എന്നോടിത് വേണമായിരുന്നോ ചേട്ടാ? ഇനി കരഞ്ഞിട്ട് എന്താടി കാര്യം? അവള് മുതലാളിയുടെ കൊച്ചിന്റെ സൂക്കേട് അന്വേഷിക്കാൻ പോയിരിക്കുന്നു. ഗൗതമനെക്കാട്ട് വലുതാണോടി നിനക്കാ കൊച്ച്? കല്യാണ നിശ്ചയത്തിന് നിന്നെ അവനവിടെ വിളിച്ചതല്ലേ? നിനക്ക് അവന്റെ കൂടെ പോന്നാൽ എന്തായിരുന്നു? പെറ്റുവളർത്തിയ തള്ളയാണെങ്കിൽ മനസ്സിലാക്കാം. നീ ആ കൊച്ചിന്റെ ആരാ? ഗൗതമൻ നിന്റെ മുറച്ചെറുക്കനായിരുന്നു. പക്ഷെ നിന്റെ താളത്തിനൊക്കെ അവൻ തുള്ളാണോ എന്ന് വിചാരിച്ചത്? അവനും ആണാണടി. നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ വേണ്ടി അവൻ കെട്ടി. നീ അനുഭവിക്കടി.